എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിസെല്ലുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. 7 ഷേപ്പിലുള്ള യൂണിസെല്ലുകളും ഓരോ ഷേപ്പും ഒന്നിലധികം രീതിയിൽ വരാം. അപ്പോൾ ആകെ 14 തരത്തിലുള്ള യൂണിസെല്ലുകൾ, അതായത് 14 ബ്രവൈസ് ലാറ്റിസുകൾ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് യൂണിസെല്ലിലുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു യൂണിസെല്ലിൽ എത്ര പാർട്ടിക്കിളുണ്ട്? അത് നമുക്ക് അറിയാം. 3 തരത്തിലുള്ള ക്യൂബിക് യൂണിസെല്ലുകളാണ്: സിമ്പിൾ ക്യൂബ്, ഫേസ് സെൻറ്റേഡ് ക്യൂബ്, ബോഡി സെൻറ്റേഡ് ക്യൂബ്. ഓരോന്നിലും നമുക്കത് ഡിസ്കസ് ചെയ്യണം. ആദ്യം നമുക്ക് യൂണിസെല്ലിൻ്റെ ഓരോ പൊസിഷനിലുമുള്ള സ്ഫിയേഴ്സ് ആ യൂണിസെല്ലിലേക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക. ഈ ക്യൂബിൻ്റെ ഈ കോർണറിൽ ഒരു സ്ഫിയർ, ഒരു പാർട്ടിക്കിൾ ഇരിപ്പുണ്ട് എന്ന് കരുതുക. ഇതാ. അപ്പോൾ നമ്മൾ കരുതും ഈ സ്ഫിയർ പൂർണ്ണമായിട്ടും ഈ ക്യൂബിനകത്താണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ സ്ഫിയർ പൂർണ്ണമായിട്ടും ഈ ക്യൂബിനുള്ളിലല്ല വരുന്നത്. എന്തുമാത്രം ഭാഗം വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള ധാരാളം ക്യൂബുകൾ റിപ്പീറ്റഡായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ്. സോ ദർ ആർ എ നമ്പർ ഓഫ് ക്യൂബ്സ് സറൗണ്ടിങ് ദിസ് പർട്ടിക്കുലർ ക്യൂബ്. അത് ഞാനൊന്ന് വരയ്ക്കാം. ഇതിന് പുറകിലുള്ളൊരു ക്യൂബ് ആദ്യം നോക്കാം. ഇവിടെ ഒരെണ്ണം. ഇനി അതിനിപ്പുറത്തായിട്ട് മറ്റൊരെണ്ണമുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് ഇവിടെ കൂടെ ഒരെണ്ണം വരയ്ക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മളിവിടെ ഈ ക്യൂബിൻ്റെ കോർണറിലാണ് എന്ന് പറഞ്ഞ ഒരു സ്ഫിയർ യഥാർത്ഥത്തിൽ 4 ക്യൂബുകളിലായിട്ട് ഷെയർ ചെയ്തു പോയിരിക്കുന്നു. പക്ഷെ നമുക്കൊരു കാര്യം കൂടെ നോക്കിയാൽ മനസ്സിലാകും. ഈ 4 ക്യൂബുകൾക്ക് മുകളിലായി വേറെ 4 ക്യൂബുകൾ കൂടെ നമുക്ക് വയ്ക്കാൻ പറ്റും. ഞാനൊന്ന് വരയ്ക്കാം. നോക്കൂ, ഈ ക്യൂബിന് മുകളിലായിട്ടുള്ള ഒരെണ്ണമാണ് വരയ്ക്കുന്നത്. ഓക്കെ. ഇനി ഇതിനിപ്പുറത്തൊരു ക്യൂബ് നമുക്ക് വരയ്ക്കാം. നോക്കുക, ഇപ്പോൾ 6 ക്യൂബുകളായി. ഇനി ഇതിനു മുന്നിലുള്ള ക്യൂബ്, കണ്ടോ? ഇനി നമുക്കത് ഈ ഭാഗത്തും കൂടെ ഒരു ക്യൂബ് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ്, നമ്മൾ ആദ്യം ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ക്യൂബിൻ്റെ കോർണറിലിരിക്കുന്നതായിട്ട് വരച്ച ഒരു സ്ഫിയർ യഥാർത്ഥത്തിൽ 8 ക്യൂബുകൾക്കുള്ളിലായി ഷെയർ ചെയ്തു പോകുന്നു. അപ്പോൾ ഈ ഒരു സ്ഫിയർ 8 ക്യൂബുകൾക്കുള്ളിലായിട്ട് ഷെയർ ചെയ്തു പോകുമ്പോൾ ഓരോ ക്യൂബിനുള്ളിലും ആ സ്ഫിയറിൻ്റെ 1/8 പാർട്ടാണ് വരുന്നത്. ഈ ക്യൂബിനുള്ളിൽ 1/8, ഇതിനുള്ളിൽ 1/8, ഇതിനകത്ത് 1/8, പിന്നെ ഈ ഫ്രണ്ടിലുള്ള ഈ ക്യൂബിനുള്ളിൽ 1/8, ഇതിൽ 1/8, ഇതിൽ 1/8, ഇതിൽ 1/8, പിന്നെ പുറകിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്ഫിയർ ഇതിന് തൊട്ട് പുറകിലുണ്ടല്ലോ, ഒരു ക്യൂബ് ഇതിന് തൊട്ട് പുറകിലുണ്ടല്ലോ, അതിലും ഒരു 1/8. അപ്പോൾ ഒരു ക്യൂബിൻ്റെ കോർണറിലിരിക്കുന്ന ഒരു സ്ഫിയർ 8 ക്യൂബുകളിലായി ഷെയർ ചെയ്ത് പോകുന്നത് കൊണ്ട് ഒരു ക്യൂബിനകത്ത് 1/8 ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം: കോൺട്രിബ്യൂഷൻ ഫ്രം കോർണർ ഈക്വൽ ടു 1/8. നോക്കൂ, കോൺട്രിബ്യൂഷൻ ഫ്രം കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. എങ്ങോട്ടുള്ള കോൺട്രിബ്യൂഷൻ? ആ ക്യൂബിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോർണറിൽ നിന്ന് ക്യൂബിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആണ്. Now let us consider another position, that is face center. നോക്കൂ, ഒരു ക്യൂബ്, അതിൻ്റെ ഈ ഫേസിൻ്റെ സെൻറ്ററിലായി ഒരു സ്ഫിയർ ഇരിക്കുന്നു എന്ന് കരുതുക. ഫേസ് സെൻറ്റർ. നമുക്കറിയാം ഒരു ഫേസ് 2 ക്യൂബുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നമുക്ക്
രണ്ട് സ്ഫിയറുകളല്ല, 2 ക്യൂബുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പോൾ 2 സ്ഫിയറുകൾ തമ്മിൽ ഒരു ഫേസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഫേസ് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു സ്ഫിയർ 2 ക്യൂബുകളിലുള്ളിലായി ഷെയർ ചെയ്ത് പോകുന്നു. സോ വിതിൻ ദിസ് ക്യൂബ് ദർ ഇസ് ഓൺലി 1/2 പാർട്ട് ഓഫ് ദി സ്ഫിയർ. The remaining 1/2 part is within the next cube. So, contribution from the face center into this cube is only 1/2. So, contribution from face center equal to 1/2. Face center എന്നുള്ള കോൺട്രിബ്യൂഷൻ 1/2. ഇനി നമ്മൾ 3 തരത്തിലുള്ള യൂണിറ്റ് സെല്ലുകളാണ് പഠിച്ചത്. ഫേസ് സെൻറ്റർ, ഫേസ് സെൻറ്റേഡ് ക്യൂബ്, ബോഡി സെൻറ്റേഡ് ക്യൂബ്, സിമ്പിൾ ക്യൂബ്. അതിന് പ്രകാരം നമുക്കിനി ഒരു പൊസിഷൻ കൂടിയാണുള്ളത്. ക്യൂബിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ. ഒരു ക്യൂബിൻ്റെ നമുക്കറിയാം ബോഡി സെൻറ്റേഡ് ക്യൂബിൽ കോർണേഴ്സിലും സെൻറ്ററിലുമാണ് വരുന്നത്. ക്യൂബിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു സ്ഫിയർ മറ്റൊരു ക്യൂബുമായിട്ടും ഷെയർ ചെയ്യപ്പെടുന്നില്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി വിതിൻ ദിസ് ക്യൂബ്. സിൻസ് ദിസ് സ്ഫിയർ ഈസ് ഷെയർഡ് വിത്ത് നോ അതർ ക്യൂബ്, കോൺട്രിബ്യൂഷൻ ഫ്രം body center is always 1. Contribution from body center is equal to 1. It is always 1 because it is shared with no other cube. ഇത്രയുമാണ് നമുക്ക് സാധാരണഗതിയിൽ ആവശ്യം വരുന്നത്. കോർണർ, ഫേസ് സെൻറ്റർ, ബോഡി സെൻറ്റർ. പക്ഷേ വേറൊരു പൊസിഷൻ കൂടെ നമുക്ക് കാൽക്കുലേഷൻസിൽ ആവശ്യം വരും. എഡ്ജ് സെൻറ്റർ. നോക്കൂ, ഇപ്പോൾ ഞാനൊരു ക്യൂബ് വരയ്ക്കുകയാണ്. ക്യൂബ്, ഈ ക്യൂബിൻ്റെ നമുക്കറിയാം ഒരു ക്യൂബിന് 12 എഡ്ജസ് ആണല്ലോ ഉള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12. There are 12 edges. Suppose a sphere is present at the center of this edge. ഈ ക്യൂബിൻ്റെ ഈ എഡ്ജിൻ്റെ സെൻറ്ററിൽ ഒരു സ്ഫിയർ ഇരിക്കുകയാണെന്ന് കരുതുക. നമുക്ക് ഇതിന് ചുറ്റും വരുന്ന മറ്റ് സ്ഫിയേഴ്സ് കൂടെ ഒന്ന്, മറ്റ് ക്യൂബുകൾ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരെണ്ണം വരാം, ഇതിൻ്റെ അപ്പുറത്തൊരെണ്ണം വരാം, പിന്നെ ഈ മുൻഭാഗത്തും ഒരെണ്ണം വരാം. അപ്പോൾ എഡ്ജ് സെൻറ്ററിലിരിക്കുന്ന ഒരു സ്ഫിയർ 4 ക്യൂബിനുള്ളിലായി ഷെയർ ചെയ്തു പോകുന്നു. സോ കോൺട്രിബ്യൂഷൻ ഫ്രം എഡ്ജ് സെൻറ്റർ, കോൺട്രിബ്യൂഷൻ ഫ്രം എഡ്ജ് സെൻറ്റർ ഈക്വൽ ടു 1/4. ഇത് നമുക്ക് കാൽക്കുലേഷൻസിൽ ആവശ്യം വരും. സാധാരണഗതിയിൽ നമുക്ക് വേണ്ടി വരുന്നത് ആദ്യത്തെ 3 എണ്ണമാണ്. എഡ്ജ് സെൻറ്ററിൽ കൂടെ നമുക്ക് ചില കാൽക്കുലേഷൻസിൽ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എഴുതിയത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ലിലുമുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ ക്യൂബ്. We are calculating number of particles in the unit cell. Simple cube. We know that in a simple cubic unit cell, this is simple cubic unit cell. Cube. Since it is simple cube or primitive, particles are present only at corners. This is a simple cube. Contribution from one corner into this cube is 1/8. ഒരു കോർണറിൽ നിന്ന് ഈ ക്യൂബിനുള്ളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 1/8. There are 8 such corners. So total contribution is 1/8 into 8. That is equal to 1. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിൻ്റെ 8 കോർണേഴ്സിലായിട്ട് 8 സ്ഫിയേഴ്സ് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ക്യൂബിനകത്ത് വരുന്നത് ആകെ ഒരു ഫുൾ സ്ഫിയർ മാത്രമാണ് വരുന്നത്. Now body centered cube, BCC, body centered cube, BCC. നോക്കൂ, നമുക്കറിയാം ബോഡി സെൻറ്റേഡ് ക്യൂബ് ഇങ്ങനെയാണ്. നോക്കൂ, ഇത് ക്യൂബാണെങ്കിൽ ക്യൂബിൻ്റെ കോർണേഴ്സിലെല്ലാം സ്ഫിയേഴ്സ് ഉണ്ട്. കോർണേഴ്സിലുള്ളത് കൂടാതെ ക്യൂബിൻ്റെ ബോഡി സെൻറ്റർ, അതായത് ക്യൂബിൻ്റെ സെൻറ്റർ ഇവിടെയും ഒരു സ്ഫിയർ ഇരിക്കുന്നു. അപ്പോഴാണ് അതിന് ബോഡി സെൻറ്റേഡ് ക്യൂബ് എന്ന് പറയുന്നത്. നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
കോർണേഴ്സിൽ ഒരു കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8, അത്ര 8 കോർണേഴ്സ്. സോ 1/8 into 8 plus now there is 1 at the body center of the cube also, that is plus 1, that is equal to 1/8 into 8 equal to 1 plus 1 equal to 2. So number of spheres or number of particles within a body centered cube is 2. ഇനി നമുക്ക് ഫേസ് സെൻറ്റേഡ് ക്യൂബ് നോക്കാം. ഫേസ് സെൻറ്റേഡ് ക്യൂബ് നമുക്കറിയാം. ഫേസ് സെൻറ്റേഡ് ക്യൂബ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് നോക്കൂ, ഇതൊരു ക്യൂബാണ്. ഇതിൻ്റെ കോർണേഴ്സിൽ സ്ഫിയേഴ്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. In addition to the spheres at the corners, there are spheres at the face centers also. നോക്കൂ, ഈ ടോപ്പ് ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്, ഈ റൈറ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്, ഈ ബോട്ടം ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്, ഈ ലെഫ്റ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്, ദാ ഈ ഫ്രണ്ട് ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്, പിന്നെ ഈ ബാക്ക് ഫേസിൻ്റെ സെൻറ്ററിലും ഒന്ന്. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എടുക്കുമ്പോൾ നോക്കൂ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫേസ് സെൻറ്റേഡ് ക്യൂബ് FCC. Again there are particles at corners. ഒരു കോർണറിൽ നിന്ന് 1/8, അത്ര 8 കോർണേഴ്സ്. സോ 1/8 into 8 plus there are spheres at the face centers also. Contribution from one face center is 1/2. How many faces are there in a cube? There are 6 faces. So 1/2 into 6, that is equal to 1 plus 1/2 into 6 equal to 3 equal to 4. അപ്പോൾ ഫേസ് സെൻറ്റേഡ് ക്യൂബിൽ ആകെ 4 പാർട്ടിക്കിൾസാണ് വരുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് പാർട്ടിക്കിളുകളുടെ എണ്ണം. സിമ്പിൾ ക്യൂബിൽ ആകെ 1 പാർട്ടിക്കിൾ, ബോഡി സെൻറ്റേഡ് ക്യൂബിൽ 2 പാർട്ടിക്കിൾ, ഫേസ് സെൻറ്റേഡ് ക്യൂബിൽ 4 പാർട്ടിക്കിൾ. ഇനി നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് relation between എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത്, അതിന് A എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ക്യൂബ് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഫിയേഴ്സിൻ്റെ റേഡിയസ്, അതിനെ R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ തരം ക്യൂബിക് യൂണിറ്റ്സിലും ക്യൂബിൻ്റെ എഡ്ജ് ലെങ്തും ക്യൂബ് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഫിയേഴ്സിൻ്റെ റേഡിയസ് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് സിമ്പിൾ ക്യൂബാണെന്ന് കരുതുക. ഇങ്ങനെയാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഒരു ക്യൂബ് വരച്ചിട്ട് അതിൻ്റെ ഓരോ കോർണറിലും ഓരോ സ്ഫിയർ വരയ്ക്കും. പക്ഷെ അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കാണിക്കാറുള്ളത് ഇങ്ങനെ ഒരു ചെറിയ സ്ഫിയർ ആയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സിമ്പിൾ ക്യൂബൊക്കെ വരയ്ക്കുക. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ആക്ച്വൽ സിറ്റുവേഷൻ. ദിസ് ഈസ് എ സിംപ്ലിഫൈഡ് സിറ്റുവേഷൻ. ചെറിയ സ്ഫിയേഴ്സ് ആയിട്ട് കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനാണ്. ആക്ച്വലി ദ സ്ഫിയേഴ്സ് ആർ സോ ബിഗ് ദാറ്റ് ദേ ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. പരസ്പരം ടച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശരിക്കുള്ള സിറ്റുവേഷൻ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ്. ഇതാണ് ക്യൂബെങ്കിൽ യഥാർത്ഥത്തിൽ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ കോർണറിലൊരു സ്ഫിയർ, ഈ കോർണറിലുള്ളത്, ഈ കോർണറിലുള്ളത്, ഈ കോർണറിലുള്ളത്, ഈ പുറകിലത്തെ കോർണറിലുള്ളത് ഇത്, ഈ പുറകിലത്തെ കോർണറിൽ ഇത്, ഈ പുറകിലുള്ളത് ഇത്, ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിലിരിക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മൾ സൗകര്യത്തിന് വേണ്ടി പലപ്പോഴും വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ ഈ ആക്ച്വൽ സിറ്റുവേഷൻ തന്നെ കൺസിഡർ ചെയ്യണം. നോക്കൂ, നമുക്ക് ഈ ക്യൂബിൻ്റെ ഒരു ഫേസ് മാത്രം ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. നോക്കൂ, ക്യൂബിൻ്റെ ഒരു ഫേസ് മാത്രം. ഈ ഓരോ കോർണറിലും ഓരോ സ്ഫിയേഴ്സ്, ഈ ഒരു ഫേസാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോർണറിലുള്ള സ്ഫിയർ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ കോർണറിലുള്ളത് ഇങ്ങനെ,
ഈ കോർണറിലുള്ളത്, പിന്നെ ഈ കോർണറിലുള്ളത്. എല്ലാ സ്ഫിയേഴ്സും ഒരേ വലിപ്പമുള്ളതാണ്. വരച്ചപ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, അത് തോന്നൽ മാത്രമാണ്. എല്ലാം ഒരേ വലിപ്പമുള്ള സ്ഫിയേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ക്യൂബിൻ്റെ ഒരു ഫേസ് ആയതുകൊണ്ട് ഈ ലെങ്ത് ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് തന്നെയാണ് എ. ഈ സ്ഫിയറിൻ്റെ റേഡിയസാണ് ഈ കാണുന്നത്, ഈ സ്ഫിയറിൻ്റെ റേഡിയസാണ് ഈ കാണുന്നത്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് എ ഈസ് ഈക്വൽ ടു 2r. നോക്കൂ, അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിൻ്റെ കേസിൽ റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് റേഡിയസ്, സിമ്പിൾ ക്യൂബ് ഓർ പ്രിമിറ്റീവ് ക്യൂബ്, എ is equal to r plus r 2r. So this is a relation between edge length and radius in the case of a simple cube. Now let us consider a face-centered cube. Face-centered cube. നോക്കൂ, ഇതൊരു face-centered cube ആണെന്ന് കരുതുക. നമുക്കറിയാം face-centered ക്യൂബിൽ കോർണേഴ്സിലും face-centersലുമാണ് സ്ഫിയേഴ്സ് വരുന്നത്. ഞാനിവിടെ ഒരു ഫേസ് മാത്രം ഒന്ന് വരയ്ക്കുകയാണ്, അതായത് ഈ ഫ്രണ്ട് ഫേസ് മാത്രം. അപ്പോൾ ഫ്രണ്ട് ഫേസിൻ്റെ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ എല്ലാ കോർണേഴ്സിലും ഉണ്ട്. അതുകൂടാതെ ക്യൂബിൻ്റെ സെൻറ്ററിലും ഫേസിൻ്റെ സെൻറ്ററിലും ഒരു സ്ഫിയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യൂബിൻ്റെ ഈ ഫ്രണ്ട് ഫേസ് മാത്രം വരച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷനാണ്. Constant particles are considered as small spheres placed at some distance apart. But in actual unicell, these spheres are in contact. വലിയ സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിമ്പിൾ ക്യൂബിൽ ഒരു കോർണറിലുള്ള സ്ഫിയറും തൊട്ടടുത്തുള്ള കോർണറിലെ സ്ഫിയറും തമ്മിൽ ടച്ച് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ നിയറസ്റ്റ് നെയ്ബർ ഇതായിരുന്നു. പക്ഷേ ഫേസ്-സെൻറ്റഡ് ക്യൂബിൽ അങ്ങനെയല്ല. ഈ സ്ഫിയറിൻ്റെ നിയറസ്റ്റ് നെയ്ബർ ഇതല്ല, അതിനേക്കാൾ അടുത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഫിയർ ഇതായതുകൊണ്ട് ഇവർ തമ്മിൽ ടച്ച് ചെയ്യും, ഇവർ തമ്മിൽ ടച്ച് ചെയ്യില്ല. അതുപോലെ ഇതും തമ്മിൽ ടച്ച് ചെയ്യും, ഇതും തമ്മിലോ ഇതും തമ്മിലോ ടച്ച് ചെയ്യില്ല. അതുപോലെ ഇതുമായി ടച്ച് ചെയ്യും, ഇതുമായി ടച്ച് ചെയ്യും. ഫേസിൻ്റെ സെൻറ്ററിലിരിക്കുന്നത് 4 കോർണറിലുള്ള സ്ഫിയേഴ്സുമായി ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫേസ്-സെൻറ്റഡ് ക്യൂബിൻ്റെ ഒരു ഫേസ് വരച്ചാൽ അതിങ്ങനെയായിരിക്കും വരുന്നത്. നോക്കുക, ഫേസിൻ്റെ സെൻറ്ററിലിരിക്കുന്ന സ്ഫിയർ അത് ഞാൻ ആദ്യം വരയ്ക്കാം. ഈ കോർണറിലുള്ള സ്ഫിയർ, ഈ കോർണറിലുള്ള സ്ഫിയർ, ഈ കോർണറിലുള്ളത്, പിന്നെ ഈ കോർണറിലുള്ളത്. നിങ്ങൾക്ക് കാണാം ഇത് തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല, ഇത് തമ്മിലും ടച്ച് ചെയ്തിട്ടില്ല, ഇവിടെയില്ല, ഇവിടെയില്ല. പക്ഷേ ഇവർ തമ്മിൽ ടച്ച് ചെയ്തിരിക്കുന്നു, ഇവർ തമ്മിലും ടച്ച് ചെയ്തിരിക്കുന്നു. അതായത് അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടത്, ഒരു ക്യൂബിന് 2 തരം ഡയഗണൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ്. ദർ ആർ 2 types of diagonals in a cube. See, this is a cube. ഈ ക്യൂബിൻ്റെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് മാത്രം പരിഗണിക്കുന്നു. ഈ ഫേസ് പരിഗണിച്ചാൽ ഈ ഫേസിൻ്റെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സ്, ഈ കോർണറും ഈ കോർണറും കണക്ട് ചെയ്ത് ഇങ്ങനെ വരച്ചാൽ ഇതൊരു ഡയഗണലാണ്. ദിസ് ഈസ് നോൺ ആസ് ഫേസ് ഡയഗണൽ ഓഫ് ദ ക്യൂബ്. ഫേസിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് കണക്ട് ചെയ്യുന്നതായതുകൊണ്ട് ഫേസ് ഡയഗണൽ. ഓൺ ദ അതർ ഹാൻഡ്, സപ്പോസ് വി കണക്ട് ദീസ് 2 corners, this one and this one. These are not opposite corners of a face, they are opposite corners of the cube. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു വര വരച്ചാൽ അതിനെ ബോഡി ഡയഗണൽ എന്ന് പറയും. അപ്പോൾ ക്യൂബിന് 2 തരം ഡയഗണൽസ്, ഫേസ് ഡയഗണലും ബോഡി ഡയഗണലും. ഫേസ് ഡയഗണലിനെ നമ്മൾ ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഡി. ബോഡി ഡയഗണലിനെ ഡി ഡാഷ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫേസ് ഡയഗണൽ ഡി, ബോഡി ഡയഗണൽ ഡി ഡാഷ്. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഫേസ് ഡയഗണൽ പാസ് ചെയ്യുന്നത് ഫേസിൻ്റെ സെൻറ്ററിലൂടെയാണെങ്കിൽ ബോഡി ഡയഗണൽ പാസ് ചെയ്യുന്നത് ക്യൂബിൻ്റെ സെൻറ്ററിലൂടെയാണ്. ഫേസ് സെൻറ്ററിലൂടെയാണ് ഫേസ് ഡയഗണൽ പാസ് ചെയ്യുന്നത്, ക്യൂബിൻ്റെ സെൻറ്ററിലൂടെയാണ് ബോഡി ഡയഗണൽ പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നോക്കൂ, ഇങ്ങനെ നമ്മളൊരു ലൈൻ വരച്ചാൽ അത് ഒരു ഫേസ് ഡയഗണലാണ്.
ഫേസ് ഡയഗണൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഫേസ് ഡയഗണലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ എ ഫേസ് സെൻറ്റേഡ് ക്യൂബ് സ്ഫിയേഴ്സ് ആർ ഇൻ കോണ്ടാക്ട് അലോങ് ദ ഫേസ് ഡയഗണൽ. ഫേസ് ഡയഗണലിലൂടെയാണ് സ്ഫിയേഴ്സ് ടച്ച് ചെയ്തിരിക്കുന്നത്, നോട്ട് അലോങ് ദ എഡ്ജ്. എഡ്ജിലൂടെ സ്ഫിയേഴ്സ് ടച്ച് ചെയ്യുന്നില്ല, ഫേസ് ഡയഗണലിലൂടെയാണ്. നോക്കൂ, നമുക്കിനി ഈ ഇവിടെ എഡ്ജ് ലെങ്തും റേഡിയസും റിലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നോക്കൂ, ഇവിടെ നമുക്കറിയാം ഇത് നമ്മുടെ ക്യൂബിൻ്റെ ഒരു എഡ്ജ് തന്നെയാണ് എ. ഇതും ക്യൂബിൻ്റെ ഒരു എഡ്ജാണ് എ. യു മേ നോട്ട് ദാറ്റ് ദിസ് ഫോംസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇത് ഫേസ് ഡയഗണൽ ഡി. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് ഡി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഡി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. ദാറ്റ് ഈസ് രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ ഡി ഈസ് ഈക്വൽ ടു √2a. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇനി മറ്റൊരു രീതിയിൽ കൂടെ ഡി കണ്ടുപിടിക്കാം. നോക്കൂ, along the face diagonal the spheres are in contact. This distance is the radius of this sphere. This distance is another radius. This is a third radius and this is a fourth radius. So d is actually r plus r plus r plus r. That is d is equal to 4r. Question number 2. By comparing these two, it is clear that 4r is equal to √2a. So for face centered cube, what is the relation between edge length and radius? 4r is equal to √2a. ഇനി നമുക്ക് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേസ് ഡയഗണൽ ഡി എന്ന് പറയുന്നത് √2a ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബോഡി സെൻറ്റേഡ് ക്യൂബിൻ്റെ കാര്യം നോക്കാം. ബോഡി സെൻറ്റേഡ് ക്യൂബിലെ എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ക്യൂബ് കൺസിഡർ ചെയ്താൽ ഇതാണ് ക്യൂബെങ്കിൽ ബോഡി സെൻറ്റേഡ് ക്യൂബിൽ സ്ഫിയേഴ്സ് കോർണേഴ്സിലുണ്ട്, ക്യൂബിൻ്റെ സെൻറ്ററിലുമുണ്ട്. ഇത് ക്യൂബിൻ്റെ സെൻറ്ററിലിരിക്കുന്ന സ്ഫിയർ, ഇത് രണ്ട് കോർണേഴ്സിലിരിക്കുന്ന സ്ഫിയർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ഫിയറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഫിയർ അടുത്ത കോർണറിലെ സ്ഫിയർ അല്ല, ക്യൂബിൻ്റെ സെൻറ്ററിലുള്ള സ്ഫിയറാണ്. സോ ദ നിയറസ്റ്റ് നെയ്ബർ ഈസ് ദ സ്ഫിയർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ക്യൂബ്. സോ എ സ്ഫിയർ അറ്റ് എ കോർണർ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്ഫിയർ അറ്റ് ദ ബോഡി സെൻറ്റർ, ബട്ട് നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് അനദർ സ്ഫിയർ അറ്റ് ദ നെക്സ്റ്റ് കോർണർ. ഓക്കെ, ഇത് തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല, ഇത് തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിൽ കോർണേഴ്സിലുള്ള സ്ഫിയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല, പക്ഷേ കോർണറിലുള്ള സ്ഫിയറും ക്യൂബിൻ്റെ ക്യൂബിൻ്റെ സെൻറ്ററിലുള്ള സ്ഫിയറും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നോക്കൂ, നമുക്കൊരു ബോഡി സെൻറ്റേഡ് ക്യൂബ് ആദ്യം നോക്കുക. ഇതൊരു ക്യൂബാണ്. നമുക്ക് ഈ ക്യൂബൊന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഒരു സൈഡ് ഓപ്പൺ ചെയ്തു. ഇനി ഈ ഭാഗം ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നോക്കുക, രണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്തു. ഇനി ടോപ്പ് സൈഡ് കൂടെ നമ്മളിങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു. നോക്കൂ, ഇങ്ങനെ വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ക്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാണ്, ഈ രണ്ട് കോർണേഴ്സ് ഇതും ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സാണ്. ക്യൂബിൻ്റെ ഫേസിൻ്റെ അല്ല, ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ്. അപ്പോൾ നമ്മൾ ഇവയെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അത് ക്യൂബിൻ്റെ ബോഡി ഡയഗണലാണ്. ബോഡി ഡയഗണൽ ക്യൂബിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഇത് ക്യൂബിൻ്റെ സെൻറ്ററായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ച ഭാഗങ്ങൾ നമുക്ക് മാറ്റാം.
ഓക്കെ, ഇനി നമ്മളിവിടെ എല്ലാ സ്ഫിയേഴ്സും വരയ്ക്കുന്നില്ല. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ബോഡി സെൻറ്ററിലുള്ള ഒരു സ്ഫിയറാണ്. ഇതാ ഇവിടെ ബോഡി സെൻറ്റർ ക്യൂബ് ആകുമ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഈ ഒരു ക്യൂബല്ല, സ്ഫിയർ. ഇനി ഈ കോർണറിലൊരു സ്ഫിയറുണ്ട്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. പിന്നെ ഈ കോർണറിലൊരു സ്ഫിയറുണ്ട്, അത് വരച്ചിരിക്കുന്നു. ഇതെല്ലാം പരസ്പരം ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കൂ, ബോഡി ഡയഗണലിൽ നമ്മൾ D' എന്നാണ് പേര് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് നോക്കൂ, ഇത് നമ്മുടെ ക്യൂബിൻ്റെ ഒരു എഡ്ജാണല്ലോ, അപ്പോൾ അത് A ആണ്. ഇത് വേറൊരു എഡ്ജ്, ഇത് A. ദാ ഈ വരച്ചിരിക്കുന്നത് ക്യൂബിൻ്റെ ഒരു ഫേസ് ഡയഗണലാണ് D. It is very clear that this forms a right-angled triangle. Base A, altitude A, hypotenuse D. So D is equal to D square equal to A square plus A square. D square is equal to A square plus A square. That is equal to 2A square. നമ്മൾ നേരത്തെ ഫേസ് ആൻഡ് ക്യൂബിൻ്റെ കേസിൽ കണ്ടത് തന്നെയാണ്. ഇനി ദാ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. ബേസ് D, ഓൾട്ടിറ്റ്യൂഡ് ഇത് ക്യൂബിൻ്റെ ഒരു എഡ്ജ് ആയതുകൊണ്ട് A, ഹൈപ്പോട്ടിനസ് D'. ഇത് ഓക്കെ. അപ്പോൾ പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ D' സ്ക്വയർ ഈസ് ഈക്വൽ ടു D square plus A square. D square plus A square. That is D' square is equal to D square equal to 2A square plus A square. That is equal to 3A square. Square root എടുക്കുമ്പോൾ D' is equal to √3A. Equation number 1. നോക്കൂ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോഡി ഡയഗണലിലെ ലെങ്ത് D' √3A ആണ്. ഫേസ് ഡയഗണൽ ഡിയുടെ ലെങ്ത് √2A ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി D', ഈ ഡിസ്റ്റൻസ് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് R. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ മറ്റൊരു റേഡിയസ് ആണ്. ഇത് അടുത്തൊരു റേഡിയസ്, ഇത് വീണ്ടും ഒരു റേഡിയസ്. സോ D' ഈക്വൽ ടു R പ്ലസ് R പ്ലസ് R പ്ലസ് R. ദറ്റ് ഈസ് D' ഈക്വൽ ടു 4R. ഇക്വേഷൻ നമ്പർ 2. By comparing these two, it is very clear that 4R is equal to √3A. So this is the relation between edge length and radius in the case of a body centered cube. അപ്പോൾ അതും കൂടി എടുത്ത് എഴുതിയാൽ body centered cube 4R is equal to √3A. ഇത് 4R equal to √2A എന്നുള്ള റീഅറേഞ്ച് ചെയ്തിട്ടുള്ള മറ്റ് ഫോമുകളിലൊക്കെ എഴുതാം. ഇത് 4R equal to √3A എന്നുള്ള മറ്റ് ഫോമിൽ എഴുതാം. എന്തായാലും ഇത് തന്നെയാണ് ആ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 റിലേഷൻസ് നമുക്ക് പല സ്ഥലങ്ങളിലും ആവശ്യം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വളരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം കൂടെ, അതായത് ഫേസ് ഡയഗണൽ D എന്ന് പറയുന്നത് √2A ആണ്. ബോഡി ഡയഗണൽ D' എന്ന് പറയുന്നത് √3A ആണ്. ഈ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. കാൽക്കുലേഷനിൽ ഒരു പക്ഷേ നമുക്ക് ആവശ്യം വന്നേക്കാം. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, നമ്മൾ ആദ്യം പാർട്ടിക്കിളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. കോർണേറ്റ്സിലും ഫേസ് സെൻറ്ററിലും ബോഡി സെൻറ്ററിലും എഡ്ജ് സെൻറ്ററിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. എന്നിട്ട് സിമ്പിൾ ക്യൂബിൽ 1 പാർട്ടിക്കിൾ, ഫേസ് സെൻറ്റേഡ് ക്യൂബിൽ 4 പാർട്ടിക്കിൾ, ബോഡി സെൻറ്റേഡ് ക്യൂബിൽ 2 പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. സിമ്പിൾ ക്യൂബിലത് A is equal to 2R, ഫേസ് സെൻറ്റേഡ് ക്യൂബിലത് 4R equal to √2A, ബോഡി സെൻറ്റേഡ് ക്യൂബിൽ അത് 4R is equal to √3A. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.